ഹായ് മച്ചമാരെ, ഇന്ന് ലഹരി വിരുദ്ധ ദിനമാണ്. അപ്പോ ഈ ലഹരി, അതായത് രാസലഹരിയെ ഉപേക്ഷിക്കുക, അതുപോലെ തന്നെ മറ്റു ലഹരിയിൽ അഡിക്റ്റഡ് ആവുക. അപ്പൊ എല്ലാവരും ആലോചിക്കും മറ്റു ലഹരി എന്താണ്? ഈ ട്രാവലിംഗ് ഒരു ലഹരിയാണ്, അത് വായന ഒരു ലഹരിയാണ്, സ്പോർട്സ് ഒരു ലഹരിയാണ്. അങ്ങനത്തുള്ള ലഹരിയിൽ അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ രാജ്യത്തിന് ദോഷകരമാവുന്നില്ല. നേരെ മറിച്ച് ഈ രാസപദാർത്ഥം MDMA, കഞ്ചാവ് അങ്ങനെയുള്ള ലഹരികളിൽ അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കും ദോഷമാണ്, നമ്മുടെ രാജ്യത്തിനും ദോഷമാണ്. അപ്പം എല്ലാവരും ചിന്തിക്കും രാജ്യത്തിന് എങ്ങനെയാണ് ദോഷം ഉണ്ടാവുന്നത്? ഈ ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് രാജ്യത്തെ പൗരന്മാരില്ലാതാകുകയും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള യുവാക്കളെ നഷ്ടമാവുകയും ചെയ്യുമ്പോഴത്തേക്കും മറ്റു രാജ്യക്കാർ നമ്മുടെ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കും. അത് ഈ ലഹരിയുടെ വൻതോതിലുള്ള വർധനവ് കാരണമാണ്. അപ്പോൾ ലഹരിയെ നമ്മൾ അവോയ്ഡ് ചെയ്യുക, മാറ്റി നിർത്തിയതിനു ശേഷം സ്പോർട്സ്, വായന, ട്രാവലിംഗ് അങ്ങനെയുള്ള നമുക്ക് ഒരുപാട് മെമ്മറീസ് ഒക്കെ കിട്ടും. അതിനൊക്കെ തന്നെ നമ്മുടെ ലൈഫിന് നല്ലതായിരിക്കും, നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു ലഹരി വിരുദ്ധ ദിനത്തിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, ഒന്ന്, ലഹരി യൂസ് ചെയ്യുന്നവര് അത് കൺട്രോൾ ചെയ്ത് നിർത്തുക. രണ്ടാമത്തെ കാര്യം, ലഹരി ഉപയോഗിക്കാത്തത് ലൈഫിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തലമുറയെ നമുക്കൊരു വാർത്തെടുക്കാൻ പറ്റും, നമ്മുടെ രാജ്യത്തെ അത്ര നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ലഹരി വിരുദ്ധ ദിനം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നല്ലൊരു രാജ്യത്ത് നല്ലൊരു ലഹരി വിരുദ്ധ രാജ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.